എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റോങ്കായ് റോക്കേഴ്സിൻ്റെ ആ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ എത്തിയത് ഹമാഫ്കോ പ്രൈഡുകൾക്ക് മുമ്പിലേക്കാണ്. പലതരം വേട്ടകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ മനോഹരമായ ഒരു വേട്ടയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റോങ്കായ് റോക്കേഴ്സിൻ്റെ ആ വലിയ വേട്ട നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചയായി എത്തിയിരുന്നു. എന്നാൽ ഈ ഭൂമി തുറന്ന് വേട്ട നടത്തുന്ന സിംഹക്കൂട്ടങ്ങളുടെ കാഴ്ചയാണ്. പലതരം വേട്ടകളിലൊന്ന് മണ്ണ് മാന്തി ഭൂമിക്കടിയിൽ താമസിക്കുന്ന പന്നിക്കൂട്ടങ്ങളെ പൊക്കുകയാണ് ഇന്ന് ഈ പ്രൈഡുകൾ ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. വേട്ടയുടെ പുതിയ മുഖം ആദ്യമായി കാണുകയായിരുന്നു. ഹമാഫ്കോ പ്രൈഡുകളുടെ കാഴ്ച കാണുമ്പോൾ ആ വലിയ കാഴ്ചയിലേക്ക് യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. പുതിയ കാഴ്ചയിലേക്ക് വീണ്ടും എത്തുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വണ്ടി ഓടിച്ചെല്ലുമ്പോൾ തന്നെ കാണാമായിരുന്നു പുല്ലുകൾക്കിടയിൽ നിന്ന് മുകളിലേക്ക് മണ്ണ് തെറിക്കുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുതരം വേട്ടയാണ് മുന്നിൽ നടക്കുന്നത്. പ്രൈഡുകളിൽ ഒന്ന് കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് തല പൊക്കി പിടിച്ച് എന്തിനെയോ നോക്കി നിൽക്കുന്നു. നമുക്ക് കാണാൻ പറ്റുന്നത് പലതും അവർക്ക് കാണാമെന്ന് ഉറപ്പിക്കാം. ഒന്നുറപ്പാണ്, വിശപ്പ് മാറാനുള്ള അധ്വാനമാണ്. ചുറ്റും കണ്ണുകൾ ഓടിച്ചിട്ട് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ക്യാമറകൾ പ്രൈഡുകളെ സൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകളൊന്നും ഒരു വശത്തേക്ക് ഓടിച്ചപ്പോഴാണ് ആ വലിയ കാഴ്ച കാണുവാനിടയായത്. കുറച്ചു ദൂരെ ഒരു പന്നി ദയനീയമായി നോക്കി നിൽക്കുന്നതിൻ്റെ ചങ്കെടുപ്പ് നമുക്കിവിടെ അറിയാം. നമുക്ക് മുന്നിലുള്ള പ്രൈഡുകളിൽ ഒന്ന് മണ്ണ് മാന്തുന്ന സൂക്ഷിച്ചു നോക്കുന്നത് വെറുതെയല്ല. ആ മണ്ണിനടിയിൽ കുഴിയിൽ ഇവയുടെ കുടുംബം ഉണ്ടാകാം, ചിലപ്പോൾ കുട്ടികളും ഉണ്ടാകാം. ഇത് ഹമാഫ്കോ പ്രൈഡാണ്. അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാവും. അതിൻ്റെ പ്രൈഡിലൊന്ന് മണ്ണ് മാന്തി ചെന്നാൽ ഉറപ്പാണ് അതിനുള്ളിലുള്ള തൻ്റെ കുടുംബമാണ്. ആ കുടുംബം മുഴുവൻ ഇല്ലാതാകും. ആ വേദന ആ നിൽപ്പിൽ നമുക്ക് വായിച്ചറിയാമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ആ നിൽപ്പ് ദയനീയമായിരുന്നു.
മണ്ണ് മാന്തലിന്റെ ശക്തി കൂടുന്നു. പന്നികൾ ഇതിനുള്ളിലുണ്ട് ഉറപ്പാണ്. ഈ കുഴിക്ക് ഒരറ്റ ഉണ്ടാകാം. അപ്പുറംപടി രക്ഷപ്പെടാനുള്ള വഴിയുമുണ്ട്. രക്ഷപ്പെടുവാനുള്ള സാധ്യത കൂടുതലുണ്ടോ എങ്കിലും മണ്ണ് മാറുന്ന ദിശയിലേക്ക് തന്നെ ഉള്ളിലുള്ള പന്നിക്കൂട്ടങ്ങൾ എത്തുമെന്നതാണ്. Maybe they have some baby water inside. ആഹാരത്തിന് വേണ്ടിയുള്ള ആ ശ്രമം തുടരുമ്പോൾ വേട്ടയുടെ മറ്റൊരു മുഖം സൂക്ഷ്മതയോടെ കാണുകയായിരുന്നു നമ്മൾ. ഹമാഫ്കോ പ്രൈഡുകൾ മാരയിലെ ഉഗ്രം പ്രൈഡുകളിൽ ഒന്നാണ്. എണ്ണത്തിൽ കുറവാണ് എങ്കിലും ഇവയ്ക്കുമുണ്ടൊരു നായകൻ. ഇവയുടെ മറ്റു പെൺസിംഹങ്ങൾ മറ്റെവിടെയോ ഉണ്ടാകാം. മണ്ണ് മാന്തുന്ന സിംഹങ്ങളിലൊന്ന് ഇടയ്ക്ക് പണി നിർത്തി വിശ്രമിക്കുന്നുണ്ട്. മണ്ണുമാന്തൽ ചെറിയൊരു പണിയല്ല എന്ന് ആ സിംഹത്തിൻ്റെ അണപ്പിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള രണ്ട് പെൺസിംഹങ്ങളാണ്. മസായിമാരുടെ സൗന്ദര്യത്തിൽ, സവാനക്കാളുകളുടെ സൗന്ദര്യത്തിൽ അവയുടെ കാഴ്ചകൾ പകർത്തുമ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് സമയമായിരുന്നു. ഈ സമയം നമ്മുടെ സാരഥി ജോർജിന് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു. കാഴ്ചകൾ പല സ്ഥലത്തായി നടക്കുന്നുണ്ട്. അവയിൽ പ്രധാന കാഴ്ചയിലേക്ക് മാത്രമാണ് നമ്മൾ എത്തുന്നതെന്ന് അറിയുക. നൂറുകണക്കിന് കാഴ്ചകൾ നമുക്ക് മുന്നിൽ വന്നു പോകുന്നുണ്ട്. ചെറിയ കാഴ്ചകൾ പകർത്തുവാൻ വേണ്ടി മാത്രമായി ഒരു യാത്ര നടത്തേണ്ടതുണ്ട്. ഈ അവസ്ഥയിലാണ് വോക്കി ടോക്കിയിൽ കൂടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ബിഗ് ഫൈവിലെ കാഴ്ചയിലേക്കാണ് ഇവിടുത്തെ സാരഥികൾ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുകയുള്ളൂ. അതാണ് അവസ്ഥ. ദോഷം റോങ്കായികളുടെ വേട്ടയും ആർഫേ കാഴ്ചകളും ഹമാഫ്കോ പ്രൈഡുകളും എല്ലാം മുന്നിൽ വന്ന ദിനമാണ്. സമയം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ സമയത്താണ് ആ കോൾ കിട്ടിയത്. എന്തെന്നോ എവിടെയെന്നോ ചോദിക്കുന്നത് ഇവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. വണ്ടി പാഞ്ഞു.
ഇന്നത്തെ ഭക്ഷണം കഴിപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഹമാഫ്കോ പ്രൈഡുകളോട് ബൈ പറഞ്ഞു അടുത്ത കാഴ്ചയിലേക്ക് കടക്കുകയാണ്. ഒരു ദിനത്തിലെ സഫാരി കാഴ്ചകൾ ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ തരമില്ല. മണിക്കൂറുകൾ നീണ്ട ആ ഫയലുകൾ ചെറുതായി വെട്ടിക്കുറച്ച് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. മനോഹരമായ അവയുടെ കാഴ്ചകൾ മനസ്സറിഞ്ഞ് പകർത്തിയവയാണ്. കാഴ്ചക്കാരുടെ കണ്ണിനേക്കാൾ കൂടുതൽ കാണുന്നവൻ്റെ മനസ്സിൻ്റെ തൃപ്തിയാണ് ഓരോ കാഴ്ചയും. ആ തൃപ്തിയോടെ ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. സദയം ക്ഷമിക്കുക. മറ്റ് കാഴ്ചകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നതാണ്. മസായ് മാരയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ നമുക്കൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് അനുയോജ്യമായ പാക്കേജിൽ അത് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ ചാനൽ കാണുന്ന കാഴ്ചയിലേക്ക് വീണ്ടും എത്തുവാൻ താല്പര്യമുള്ളവർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയ വനവൻ്റെ ജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTI.